ഇതാണ്ട് നമ്മുടെ പച്ചച്ചാമ്പ. പച്ചച്ചാമ്പ നന്നായിട്ട് ഇപ്പൊ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചാമ്പൊക്കെ ഉണ്ടാവൽ തുടങ്ങിയിട്ട് ഒരു 3 ആഴ്ചയൊക്കെ ആയി. പക്ഷെ ഉള്ള ചാമ്പൊക്കെ വരുമ്പത്തിന് കിളികളെല്ലാം തിന്നണേണ്. അപ്പൊ കണ്ട നിറച്ച് ഫ്ലവറാണ്. കണ്ട ഓരോ കൊമ്പുമലും കണ്ടില്ലേ, നിറച്ച് പൂവും പൊട്ടുകളുമാണ്. നമുക്ക് കണ്ട അതിപ്പോ മോളിലൊക്കെ കിടക്കണ ചാമ്പക്ക കണ്ടില്ലേ, നമുക്ക് വലിയ ചാമ്പക്കയാണ് ഇത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്കയാണ്. ഇപ്പൊ ഈ സമയത്ത് ചാമ്പക്കൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞാല് ചാമ്പക്കക്ക് നല്ല മധുരം ഇരിക്കുള്ളൂ. നല്ല മധുരമാണ് ചാമ്പക്കൊക്കെ. അപ്പൊ നമ്മിത് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കണായിരുന്നു. പ്രൂൺ ചെയ്ത് നിർത്തിയപ്പോ കണ്ട താഴത്തെ കമ്പിൽ വരെ നിറച്ച് പൂട്ടേക്കണേണ് കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്തൊക്കെ നിർത്തി കഴിയുമ്പോ ഇതേപോലെ താഴെ ചാമ്പക്ക ഇടാൻ നമുക്കിത് മൂടി കവർ ചെയ്തൊക്കെ ഇടാലോ. അപ്പൊ പിന്നെ കിളികളുടെ ശല്യമൊന്നും വരൂല. എന്നാലും കുറെ കിളികൾ തന്നെ തിന്നു കണ്ട. ഇതിലൊരു കിളി കൂട് തന്നെ വെച്ചിട്ടുണ്ട്. കിളികള് രാവിലെ വരുമ്പോന്ന് വെച്ചാല് നിറച്ച് കിളികളായിരിക്കുള്ളൂ ഈ ഫ്രൂട്ട്സിന്റെ ഞങ്ങളുടെ ഈ തോട്ടത്തില്. അപ്പം കിളികളുടെ കൂട് വരെയും ചാമ്പക്കേമല കൂട് കൂട്ടിയേക്കണത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ചാമ്പയുടെ ഇനോട്ട് ഈ പച്ചച്ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതിൻ്റെ വെച്ചാല് പച്ച കളറ്, പിന്നെ അരികത്ത് കണ്ട നല്ലൊരു പിങ്ക് കളറായിരിക്കുള്ളൂ. കുരു ഉണ്ടാവൂല. കുരുവൊക്കെ വളരെ ചിലതിൽ മാത്രമേ ഇതിൽ കുരു ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കിന്ന് ലെയർ ചെയ്ത തൈകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം ലെയർ ചെയ്ത തൈകളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ വർഷം തന്നെ നമുക്ക് ചാമ്പക്ക കിട്ടും. എളുപ്പം ഉണ്ടാവണതാണ് ഈ ചാമ്പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. പിന്നെ മഴക്കാലത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ ചാമ്പക്കയിൽ പുഴുവൊക്കെ വരുന്നത്. മഴക്കാലത്ത് ചാമ്പക്ക കഴിക്കുമ്പോൾ ചാമ്പക്കക്ക് കുറച്ച് മധുരവും കുറയും, പിന്നെ പുഴുക്കളുടെ ശല്യവും വരും. അപ്പം ഈ സമയത്ത് ചാമ്പക്കമ്മ പൂവൊക്കെ ഇട്ട് കായുണ്ടാവണമെങ്കിൽ പുഴുക്കളുടെ ശല്യവും ഉണ്ടാവില്ല, നല്ല മധുരവും ആയിരിക്കുള്ളൂ. അപ്പം ഈ സമയത്തൊക്കെ ചാമ്പക്ക ഉണ്ടാവുന്ന തൈകളാണ് നമുക്ക് നല്ലത് നടാനായിട്ട്. അധികവും മഴക്കാലത്തൊക്കെയാണ് ചാമ്പക്ക അധികവും ഉണ്ടാകാറ്. അപ്പം നമുക്ക് ഇതിന് ഇപ്പം ഞങ്ങളുടെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കും. പിന്നെ വർഷത്തിൽ ഒരു 3 പ്രാവശ്യം വളം ഇട്ട് കൊടുക്കോട്ടെ കണ്ട. ചാരവും വേപ്പുമിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ പരിചരണങ്ങളൊന്നും നമ്മൾ ചെയ്യാറൊന്നുമില്ല. എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കും, നനച്ചും കൊടുക്കും. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട് പല ടൈമിലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ചാമ്പക്കയുടെ സീസണിൽ ചാമ്പക്ക, പേരക്കയുടെ സീസണിൽ പേരക്ക, അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഡെയിലി നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചാമ്പയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പം നട്ട് വളർത്താൻ പറ്റിയതാണ്. വലിയ പരിചരണമൊന്നും വേണ്ടാത്തതാണ്. നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം എല്ലാവരും ചാമ്പയുടെ തൈയൊക്കെ മേടിച്ച് നടാം. ഈ ചാമ്പാന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ നട്ട് വളർത്താൻ പറ്റിയ ചാമ്പക്ക തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് 2 ചാമ്പക്ക ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ചാമ്പക്ക കണ്ട ഈ ചാമ്പക്കട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ് കണ്ട. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട കുരു ഒന്നുമില്ല കണ്ട. നല്ല ഫ്ലഷാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടാ. നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കണമെങ്കിൽ നമുക്ക് കഴുകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരം കേട്ടോ. നമ്മൾ ആപ്പിളൊക്കെ കഴിക്കണേക്കാളും ടേസ്റ്റാണ് നമ്മുടെ ചാമ്പക്ക കഴിച്ചാൽ. അപ്പം ഈ ചാമ്പ ഒരു നല്ല വെറൈറ്റി ചാമ്പയാണ്. തൈകളൊക്കെ കിട്ടുമെങ്കിൽ എല്ലാവരും മേടിച്ച് നടണം. എണ്ണക്കുരുമില്ല കണ്ടാ. നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വിഷപ്പെടും. ഇതെല്ലാം കുറച്ചും കൂടെ വലിപ്പമൊക്കെ വെക്കും. അതിപ്പോൾ ഞാൻ പൊട്ടിച്ചാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.